മിസ്റ്റർ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാലിനി മോളെ വിളിക്കാനായിട്ട് കാറ് തുറന്ന് മോളെ സത്യഭാമി എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അങ്ങനെ എല്ലാവരും മോളെ കാണാനായിട്ട് ആകാംക്ഷയോട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം കാറിൽ നിന്ന് ഇറങ്ങി വരുവാണ് സത്യഭാമ. അങ്ങനെ ആ മോളെ കാണുന്നതും ശാരദാമ്മ ഓടി വന്ന് മോളെ കെട്ടിപ്പിടിക്കുവാണ്. ഈ സമയം എല്ലാവരും ആ മോൾക്ക് ചുറ്റും വട്ടം കൂടി നിൽക്കുവാണ് കേട്ടോ. അന്നേരം കുറുപ്പ് സാറ് ചോദിക്കണേ, അല്ല മോൾക്ക് ഞങ്ങളൊക്കെ ആരാണെന്ന് മനസ്സിലായോ? അന്നേരം സത്യമോള് പറയണേ, ആ മനസ്സിലായി, ഇത് കുറുപ്പ് സാറല്ലേ? മോൾക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ എങ്ങനെ മനസ്സിലായി? അന്നേരം സത്യ പറയുക, അത് പിന്നെ അമ്മ സാറിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്, വലിയ താടിയുള്ള ആളാ, പിന്നെ ശബ്ദമൊക്കെ കേട്ടപ്പോൾ മനസ്സിലായി. അന്നേരം ശാന്ത പറയണേ, ആഹാ മോളും പിടിക്കുകയാണല്ലോ, അപ്പോൾ എന്നെ മനസ്സിലായോ? മനസ്സിലായി, ശാന്താൻ്റെ അല്ലേ? ദേ ഇത് ശാരിക അമ്മ, ദേ അത് ശങ്കരൻ അങ്കിള്. ഈ സമയം ശാരിക മോൾക്ക് കെട്ടിപ്പിടിച്ച് കവിളൊരു മോടുക്കുവാണ്ടോ. പിന്നീട് മോള് ശാരദാമ്മനെ നോക്കിയിട്ട് പറയണേ, ദേ ഇതെൻ്റെ സ്വന്തം ശാരദാമ്മ, അങ്ങനെ പറഞ്ഞ് ശാരദേനെയും പോയി കെട്ടിപ്പിടിക്കുവാണ്. ഈ സമയം കുറുപ്പ് സാറ് പറയണേ, മോള് അല്ലെങ്കിലും പിടിക്കുക, എങ്ങനെ വരാതിരിക്കും, ശാലിനിയുടെ അല്ലേ മോള്? ഈ സമയം ശാലിനി പറയണേ, ഇനി ഒരാളെ കൂടി കാണാനുണ്ട്. അങ്ങനെ പറഞ്ഞ് മോളെയും കുട്ടിയും ശാലിനി അകത്തേക്ക് ചെല്ലുവാണ്. അപ്പോൾ അകത്ത് ഒരു റൂമിൽ തളർന്നു കിടക്കുമായിരിക്കും ഗോപാലൻ. അങ്ങനെ മോള് ഓടി ഗോപാലിൻ്റെ അരികിലേക്ക് ചെല്ലുക. ശാലിനിയെ കാണുമ്പോൾ ഗോപാലിന് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ ഗോപാലിൻ്റെ അവസ്ഥ കാണുമ്പോൾ ശാലിനിക്ക് വല്ലാതെ വിഷമാകുവാണ്. പിന്നാലെ ശാരദാമ്മ അവിടെ എത്തുവാണ് കേട്ടോ. ഗോപാലൻ മോളോട് ചോദിക്കണേ, മോളെ മോൾക്ക് ഞാൻ ആരാന്ന് മനസ്സിലായോ? അന്നേരം സത്യ പറയുക, മനസ്സിലായി, മുത്തശ്ശനല്ലേ? അത് കേൾക്കുമ്പോൾ ഗോപാലിന് ഒത്തിരി സന്തോഷമാകുവാണ്. അവിടെ പുറത്ത് പടക്കം പൊട്ടും ഒച്ചയൊക്കെ കേട്ടു. അപ്പോഴേ മനസ്സിലായി മോളെത്തിന്ന്. ഒരു നോക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്താണെങ്കിലും കണ്ടല്ലോ, ഒത്തിരി സന്തോഷമായി, മനസ്സ് നിറഞ്ഞു മോളെ. ചെയ്തു കൂട്ടിയ പാപങ്ങളുടെയൊക്കെ ഫലമാ ഇപ്പോൾ ഈ കട്ടിലിൽ തന്നെ ഒരു കിടപ്പ്. ഈ സമയം സത്യമോള് ചോദിക്കുക, അല്ല മുത്തശ്ശൻ്റെ യാത്രയൊക്കെ കഴിഞ്ഞോ? അന്നേരം ഗോപാലൻ പറയണേ, കഴിഞ്ഞു മോളെ, കാശിയും തീർത്ഥാടനം ഒക്കെ സഞ്ചരിച്ചു, നടക്കാവുന്നതൊക്കെ നടന്നു, ദൈവത്തെ അന്വേഷിച്ച് പല പുണ്യസ്ഥലങ്ങളിലും പോയി, അവസാനം ഇതാ ഈ കട്ടിലെത്തി. ഇവിടെ കിടക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ദൈവം നമ്മളെല്ലാവരുടെയും ഉള്ളിൽ തന്നെ ഉള്ളതെന്ന്. ഈ സമയം ശാരദ പറയണേ, ഇങ്ങനെ കിടന്ന് വിഷമിക്കേണ്ട ഒരു കാര്യമില്ലെന്ന് നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞതാ. വാതരോഗം എന്ന് പറയുന്നത് അത്ര വലിയ അസുഖമൊന്നുമല്ലല്ലോ. കൃഷ്ണവൈദ്യർ മരിച്ചുപോയി, ഇല്ലായിരുന്നെങ്കിൽ വൈദ്യരെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ വൈദ്യരുടെ കയ്യിൽ നിന്നുള്ളൊരു കഷായം, അതോടെ മാറും ഇതെല്ലാം. ഈ സമയം ഗോപാലൻ പറയണേ, ശാരദേ നിനക്ക് സന്തോഷമില്ലേ? നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ശാലിനി മോള് IAS ആകണമെന്ന്? അത് നടന്നില്ലേ? മുമ്പ് എന്തൊക്കെ തെറ്റുകൾ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അന്ന് മനസ്സ് വേദനിച്ച് നീ ഒരേ ഒരു കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളത്? ആ നിൻ്റെ സ്വപ്നമോ ഇന്ന് നടന്നിരിക്കുന്നത്? അങ്ങനെ പണ്ട് ഗോപാലൻ രാജേശ്വരിയെ കല്യാണം കഴിച്ച കാര്യവും ആ സമയത്ത് ശാരദയെ ഉപേക്ഷിച്ച കാര്യമൊക്കെ ഓർക്കുന്നുണ്ട്. അന്നേരം ശാരദ എൻ്റെ മകള് ഞാൻ ഒരു IAS ആക്കും എന്ന് പറഞ്ഞ ഒരു കാര്യവും, പിന്നെ ശാലിനി ഗോപാലൻ്റെ തലയിലേക്ക് കല്ലെറിഞ്ഞ ആ ഒരു കാര്യമൊക്കെ ഓർക്കുക. എന്നിട്ട് ഗോപാലൻ ശാലിനി നോക്കിക്കൊണ്ട് പറയണേ, മോളെ ശാലിനി, നീ എനിക്ക് അന്ന് തന്ന മുറിപ്പാട് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ആ സമയം ശാലിനിക്ക് വല്ലാതെ വിഷമം തോന്നുവാണ്. അങ്ങനെ ശാലിനി ഗോപാലൻ്റെ കാല് പിടിച്ച് അച്ഛാ മാപ്പ് എന്ന് പറയുവാണ് കേട്ടോ. അന്നേരം ഗോപാലൻ പതിയെ എണീക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ശാരദയോട് പറയണേ, ശാരദേ നീ അവളെ പിടിച്ച് മാറ്റ്. എന്താ മോളെ ഇത്? ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതല്ലേ? അന്നേരം ശാലിനി പറയണേ, ഇത് ഞാൻ കുറേ നാളായി പറയണമെന്ന് വിചാരിച്ച കാര്യമാണ്, ഇനിയും ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല അച്ഛാ. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ആ സമയം ശാരദ പറയണേ, എല്ലാം നല്ലതിനാ ഗോപാലേട്ട, അല്ലെങ്കിൽ തന്നെ പഴയ വിദ്വേഷവും പകയും വാശിയും വൈരാഗ്യമൊക്കെ മനസ്സിൽ തന്നെ വെച്ചിട്ട് എന്ത് കാര്യമുള്ളത്? ഇപ്പോൾ രാജേശ്വരിയോട് പോലും എനിക്ക് ദേഷ്യമോ പകയോ ഒന്നുമില്ല. ഈ സമയം ഗോപാലൻ പറയണേ, പക്ഷേ ചില സമയം ചില വാശികളും ഷാട്ടിങ്ങളൊക്കെ നല്ലതാ ശാരദേ. അന്ന് നിന്നെയും മക്കളെയും ഞാൻ ഉപേക്ഷിച്ച് പോയല്ലോ, ആ സമയത്ത് നിൻ്റെ ഉള്ളിലുണ്ടായ ഒരു തീയില്ലേ, എങ്ങനെയെങ്കിലും എന്നെ മുമ്പിൽ ജയിച്ച് കാണിക്കണം എന്നുള്ള ആ ഒരു വാശി, അതിൻ്റെ ബലമായിട്ടല്ലേ ഇപ്പോൾ ശാലിനി മോള് ഇവിടെ IAS ഓഫീസറായിട്ട് നിൽക്കുന്നത്? അല്ലെങ്കിലോ കുടുംബശ്രീ ഹോട്ടലിൽ ഒരു തീക്കട്ടിയായിരുന്നാനെ. ആ ഒരു കാര്യം ഓർക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി എന്ന് തോന്നിപ്പോകുക. ഒന്നുമില്ലെങ്കിലും ഇവളെ ഈ നിലയിലെത്താൻ ഞാൻ ഒരു ചെറിയ തോതിലാണെങ്കിലും ഒരു കാരണമല്ലോ എന്ന് എനിക്ക് ആശ്വസിക്കാമല്ലോ. എന്താണെങ്കിലും സന്തോഷമായി. ഇനി മോളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രമേ ഉണ്ടാകൂ. ദൂരയാത്ര കഴിഞ്ഞ് വന്നേലേ രണ്ടാളും ചെല്ല്, കുളിച്ച് റെസ്റ്റ് എടുക്ക്. ഈ സമയം സത്യമോള് ഗോപാലിൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ് കേട്ടോ. അവിടെ വിഷ്ണുവിൻ്റെ റൂമിലിരുത്തി പപ്പിമോളെ കൊഞ്ചിക്കുവാണ്. പപ്പിമോള് പറയുക, വല്ലച്ചൻ ഹീറോയല്ലേ, ഹീറോയെ പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോകുമോ? അന്നേരം വിഷ്ണു പറയണേ, അത് പിന്നെ ഹീറോയെ ചില വില്ലന്മാരൊക്കെ ഉപദ്രവിക്കുന്നതൊക്കെ മോള് സിനിമയിൽ കണ്ടിട്ടില്ലേ? അന്നേരം പപ്പി ചോദിക്കണേ, അപ്പോൾ ഈ പോലീസുകാരൊക്കെ വില്ലന്മാരാണോ? എല്ലാ പോലീസുകാരും വില്ലന്മാരല്ല, പക്ഷെ ചിലരൊക്കെ കുറച്ച് വില്ലന്മാരാ. അന്നേരം പപ്പിമോള് പറയണേ, വല്ലച്ചന് ദ്രോഹിച്ച എല്ലാ വില്ലന്മാർക്കും നല്ല ശിക്ഷ കൊടുക്കണം, അവരെല്ലാവരും ഇടിച്ച് ശരിയാക്കണം.
ഈ സമയം ശ്യാമ റൂമിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ശ്യാമ വിഷ്ണുവും പപ്പിമോളും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് ദൂരെ നിന്ന് നോക്കി കാണുവാണ്. ആ സമയം വിഷ്ണു പറയണേ, അതിനെന്താ, പപ്പിമോള് പറഞ്ഞാൽ പിന്നെ വല്യച്ഛൻ അങ്ങനെ തന്നെ ചെയ്യില്ലേ? അവരെയൊക്കെ നമുക്ക് ഇടിച്ച് ശരിയാക്കാം കേട്ടോ. അല്ല, പപ്പിമോൾക്ക് പനിയായിരുന്നല്ലോ, ഇപ്പം എങ്ങനെയുണ്ട്, പനിയൊക്കെ മാറിയോ? അന്നേരം പപ്പി പറയുക, അത് പപ്പിമോൾക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടം വല്യച്ഛനല്ലേ? വല്യച്ഛനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു. അങ്ങനെയാ പനി വന്ന. വല്യച്ഛൻ തിരിച്ചു വന്നപ്പോൾ പനി മാറി. ആഹാ, അമ്പടി കള്ളി എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു പപ്പിയും കൂടി അവിടെ ഇരുന്ന് കളിക്കുവാണ്. അതൊക്കെ കണ്ട് ടെൻഷനോടുകൂടി നോക്കി നിൽക്കുമായിരിക്കും ശ്യാമ. ഈ സമയത്ത് രോഹിത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവരുടെ കളിയും ചിരിയൊക്കെ കാണുമ്പോൾ രോഹിത്തിന് സന്തോഷമാകുക. അത് നോക്കി നിൽക്കുന്ന ശ്യാമയെ വിളിച്ചിട്ട് ചോദിക്കണേ, അതെ എന്താ എന്താ ഇവിടെ നിൽക്കുന്നേ? ആ സമയം ശ്യാമ പറയണേ, അത് പപ്പിമോള് അവളെ വിളിക്കാൻ. അന്നേരം രോഹിത് പറയണേ, അവളിടക്കിടക്ക് വിഷ്ണുവിൻ്റെ കൂടെ ഈ റൂമിലല്ലേ കിടക്കുന്നത്. ഇന്നെന്താണെങ്കിലും വിഷ്ണുവിനെ പോലീസ് പിടിച്ച് തിരിച്ചു വന്നതല്ലേ, അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. അതുകൊണ്ട് പപ്പിമോള് ഇന്നിവിടെ കിടക്കട്ടെ, നീ വാ. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ, നീ വാ, അവരുടെ ലോകത്താ, വന്നേനി. അങ്ങനെ ശ്യാമയും കൂട്ടി അവിടെ നിന്ന് പോകുവാണ് രോഹിത്. പിന്നീട് കാണിക്കുന്നത് ശാലിനിയാണ്. ശാലിനി സത്യമോളുടെ കൂടെ കട്ടിലിൽ കിടക്കുമായിരിക്കും. അന്നേരം സത്യമോള് പറയണേ, അമ്മേ, എനിക്ക് അമ്മയുടെ വീട്ടുകാരൊക്കെ കാണിച്ചു തന്നു, ഇനി എനിക്ക് അച്ഛനെ കാണണം. അച്ഛനെ എപ്പോഴാണ് കാണിച്ചു തരിക? അന്നേരം ശാലിനി പറഞ്ഞേ, അച്ഛനെ കാണിച്ചു തരാം മോളെ. എപ്പോഴാ? എപ്പോഴും ഇങ്ങനെയല്ല അമ്മ പറയുന്നത്, എപ്പോൾ കാണിച്ചു തരും? അന്നേരം ശാലിനി പറഞ്ഞേ, കാണിച്ചു തരാം, ഒരു ദിവസം അമ്മ കാണിച്ചു തരും കേട്ടോ. ഈ സമയം ശാരദാമ്മ വെള്ളമായിട്ട് റൂമിലേക്ക് വരുമ്പോൾ ഇവരുടെ ഈ സംസാരം കേൾക്കുന്നുണ്ട്. ഈ സമയം സത്യ പറയുക, നമ്മൾ അച്ഛൻ്റെ കൂടെ താമസിക്കുമോ അമ്മേ? എന്തെങ്കിലും പറ, താമസിക്കുമെന്ന് വെറുതെ എങ്കിലും പറ അമ്മേ. ശരി മോളെ, താമസിക്കും. എന്താ സന്തോഷമായോ? മോളിപ്പോൾ കിടന്നുറങ്ങിക്കേ. അമ്മ പാട്ട് പാടുത്തന്നോ? വേണ്ട. കഥ പറഞ്ഞു തന്നോ? വേണ്ട. ഞാനേ അച്ഛനെ സ്വപ്നത്തിലൊന്ന് കാണാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെ പറഞ്ഞ് സത്യമോള് കണ്ണടച്ച് കിടക്കുവാണ്. ഈ സമയം ശാലിനി ഇങ്ങനെ മുടി തലോടി ഇരിക്കുമായിരിക്കും. അന്നേരം ശാരദാമ്മ അകത്ത് കയറി വെള്ളം അവിടെ മേശപ്പുറത്ത് വെക്കുവാണ്. മോളുറങ്ങിയോ എന്ന് ശാരദ ചോദിക്കുമ്പോൾ ശാലിനി പറയണേ, അവള് കണ്ണടച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങും. സ്വപ്നത്തിൽ അച്ഛനെ കാണുമെന്ന പ്രതീക്ഷയിൽ ഉറങ്ങുവാണല്ലേ പാവം. അന്നേരം ശാലിനി പറയണേ, ഓ അമ്മ കേട്ടല്ലേ, അതൊക്കെ എനിക്ക് ശീലമായി. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവളിങ്ങനെ തന്നെയാണ്. മോള്, നിനക്ക് വിഷ്ണുവിനെ കാണണമെന്നില്ലേ? അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് എന്നെ ഉപേക്ഷിച്ചതാണ്. ഒരിക്കലും ഈ നാട്ടിലേക്ക് വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ തന്നെയാണ് ഒറീസിലേക്കും പഞ്ചാബിലേക്കും ഒക്കെ ട്രാൻസ്ഫർ ചോദിച്ച് മേടിച്ചത്. വിഷ്ണുവേട്ടനിൽ നിന്നും പരമാവധി അകന്നു നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അവസാനം എനിക്ക് ഇങ്ങോട്ടേക്ക് തന്നെ വരേണ്ടി വന്നു. ഞാൻ തന്നെയാണ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചോദിച്ച് മേടിച്ചത്. ഞാനിവിടെ ഇല്ലെങ്കിൽ ദുഷ്ടശത്രുക്കൾ വിഷ്ണുവേട്ടനെയും സത്യഭാമിയൊക്കെ തകർക്കുമെന്ന് എനിക്ക് തോന്നി. എവിടെയായിരുന്നാലും വിഷ്ണുവേട്ടന് ഒരബദ്ധം പറ്റാൻ പാടില്ല. വിഷ്ണുവേട്ടനെ എന്നും കാവലായിട്ട് കാണാൻ പറയത്തിരുന്നാണെങ്കിലും ഞാനുണ്ടാകും. ഈ നാട്ടിലേക്ക് വന്നെങ്കിലും വിഷ്ണുവേട്ടനെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിൽ അങ്ങനെയുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ എങ്കിലും അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് മറ്റു പല പ്രശ്നങ്ങൾക്കും കാരണമാകും. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുന്നത്? ഇവിടെ ഈ നാട്ടിൽ വിഷ്ണുവേട്ടൻ സഞ്ചരിച്ച സ്ഥലങ്ങളുണ്ടാവും. വിഷ്ണുവേട്ടൻ സഞ്ചരിച്ച ആ കാൽപാദത്തിൽ കൂടി എനിക്ക് സഞ്ചരിക്കാൻ പറ്റും. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ മതിയെന്ന് എനിക്ക്. അതിൽ കൂടുതലായൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാനാണ്. അങ്ങനെ ശാലിനിയുടെ ആ വാക്കുകളൊക്കെ കേട്ട് സങ്കടത്തോടെ ശാരദ റൂമിന് പുറത്തേക്ക് പോകുവാണ്. ഈ സമയം ശാലിനി മോളെ നോക്കി കിടക്കുക. അതേപോലെ തന്നെ വിഷ്ണുവും അവിടെ പപ്പിമോളുടെ കൂടെ കിടക്കുന്ന ആ ഒരു സീൻ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്